നമസ്കാരമുണ്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത എല്ലാത്തരം വിളികളും എല്ലാത്തരം തെറികളും എല്ലാത്തരം വർത്തമാനങ്ങളും BJP-ക്കാരെപ്പോൾ വന്നപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങിയെന്നുള്ളതാണ്. മുഖ്യമന്ത്രി വരുന്നു, ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല. ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യുടെ ഒരു സംസ്ഥാന നേതാവാണ്. ഇമാതിരി ഒരു ചെറ്റ രാഷ്ട്രീയ വർത്തമാനം ഒരുപക്ഷെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിന് ഇവർക്ക് മനസ്സിലാവാത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആരാണ് മുഖ്യമന്ത്രി എന്നും ആരാണ് മുഖ്യമന്ത്രിയുടെ മരുമോൻ എന്ന് വിളിച്ചു കഴിയുന്ന ആ ഒരു മന്ത്രി എന്നുള്ളതാണ്. എന്തായാലും ആ രണ്ടുപേരെയും കുറിച്ചിട്ട് BJP-ക്കാരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് മാധ്യമങ്ങൾ ഗംഭീരമായി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവരൊക്കെ വിളിച്ച് കളിപ്പിക്കുന്ന ആ മരുമനെ കുറിച്ചൊന്ന് അറിയാം. അതറിയാൻ തന്നെ വേണം. ആദ്യം ഇത് പറയാം, മുഹമ്മദ് റിയാസ് മന്ത്രിയായ കാലത്ത് തുടങ്ങിയ മുറുമുറുപ്പാണിത്. തീർച്ചയായും കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കൊടിപിടിച്ചു തുടങ്ങിയതാണ് മുഹമ്മദ് റിയാസ്. 8ാം ക്ലാസ് കാലത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്. അത് മുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിത്വം വരെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ പല പല പദവികൾ. 2 തവണ നിയമസഭാംഗത്വം. കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മരുമകനെന്ന് ആക്ഷേപിക്കുന്നവർക്ക് പറഞ്ഞു തീർക്കാൻ അര ദിവസം വേണം. PM മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഓടിളക്കിയാണ് എല്ലാവരും മന്ത്രിയാകുന്നത് എന്ന് ധരിച്ചു പോയാൽ അത് അനുഭവ പരിമിതിയാണ്. അതാർക്കിട്ടാ മനസ്സിലായോ? ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള പണിയാണ് ഈ കൊടുത്തിരിക്കുന്ന സാധനം. പിന്നെ ദേശീയപാത ഏറ്റവും ചുരുക്കം കേരളത്തിനറിയാം അത് എങ്ങനെയുണ്ടായി എന്ന്. 5580 കോടിയാണ് കേരളത്തിലെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചത്. അതിന്റെ ഉദ്ഘാടന വേദിയിൽ ആർക്കൊപ്പവും ഇരിക്കാൻ അർഹതയും അധികാരവും ഉണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക്. അല്ലെങ്കിലുള്ള മറുപടി ഇതാണ്, എന്നാ നിങ്ങളങ്ങ് നടത്തിക്കോ. അല്ലെങ്കിലുള്ള മറുപടി ഇതാണ്, നിങ്ങളങ്ങ് നടത്തിക്കോ. എന്തായാലും അത് ആരാണ് മുഹമ്മദ് റിയാസ് എന്ന് ഇവിടുത്തെ സംഘികളടക്കമുള്ള മൃദുസംഘികളടക്കമുള്ള ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊന്ന് കേൾക്കാം. കുറെ സ്ഥലങ്ങളിൽ ഇടിഞ്ഞതാണ് ആശങ്കകൾ. അത് 100% പണി തീർന്നിട്ടില്ല, ശരിയാണ്. പക്ഷേ ഈ സാന്ദ്രത കൂടിയ കേരളത്തിന്റെ കാലപ്പഴക്കമുള്ള യാത്രായാതനയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാണ് ദേശീയപാത. ഏതെങ്കിലുമൊക്കെ വിശാലമായ സ്ട്രെച്ചുകളിൽ വണ്ടി ഓടിച്ചവർക്ക് മനസ്സിലായതാണ്. എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്, സത്യമാണ്. പക്ഷേ തെറ്റി രാഷ്ട്രീയമില്ലാതെ ധന്യമാവേണ്ട ഒരു ഉദ്ഘാടന പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ഒഴിവാക്കി. അതിൽ സ്വാഭാവിക പ്രതിഷേധം, സർക്കാർ ബഹിഷ്കരണം. ഉദ്ഘാടനം നിറമങ്ങിയ ഒരു ഇലക്ഷൻകാല രാഷ്ട്രീയ പരിപാടിയായ ദിവസമാണ്. പൊളിറ്റിക്കൽ പൊളൈറ്റിക്ക് രാഷ്ട്രീയാന്തസ്സിന് ചേരാത്തപടി അങ്ങേറ്റം മോശമാണ്. മുഖ്യമന്ത്രി ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ മരുമകനെ കൂടി വിളിക്കേണ്ട കാര്യമില്ലെന്നും കഴമ്പില്ലാതെന്ന് പറയലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അസംബന്ധ വർത്താനം. ആ മുഖ്യമന്ത്രി മരുമോനും ഒക്കെ വീട്ടിലൊരു മരുമോനെ വിളിക്കേണ്ടെന്നേ. വിളിക്കാൻ പോയത് RC-യുടെ വീട്ടുപാലുകാച്ചലല്ല. പോയ പദ്ധതിക്ക് ജീവശ്വാസം കൊടുത്ത് 16,000 കോടി രൂപ സ്വന്തം എക്സ്ചക്കറിൽ നിന്ന് കൊടുത്തൊരു സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കണം. പ്രോട്ടോകോൾ പൊളിറ്റിക്കൽ പ്രോട്ടോകോളാണ്. ദേശീയപാതയ്ക്ക് അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഒരു കഠിനാധ്വാനം ചെയ്ത ഒരുത്തിനെ ചവിട്ടി പുറത്താക്കി. അതുമായി ഏതെങ്കിലും ബന്ധം, ഒരു പുരബന്ധം പോലും ഇല്ലാത്ത BJP അധ്യക്ഷൻ വിരിഞ്ഞിരിപ്പാണെങ്കിൽ വിളിക്കണം. ഇലക്ഷൻ കാല ഷോ ഉളുപ്പില്ലാത്ത രാഷ്ട്രീയം. ആ ഉളുപ്പുള്ള രാഷ്ട്രീയത്തിനിപ്പോ പണ്ട് കുമ്മനടായിരുന്നു, ഇപ്പൊ പേര് മാറി കേട്ടോ, ചന്ദ്രനടിയാണ് അത്ര. ഏതോ തേങ്ങ മാങ്ങ ആമക്കുഞ്ഞുങ്ങൾക്ക് ഡേ കെയർ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിക്കൂട്ടി മൂലക്കാക്കിയവർക്ക് ഇന്ന് എയിംസ് വിഷയത്തിൽ കളകിൽ പ്രഹരിക്കുന്ന ഒരു കോടതി. ആ വിഷയത്തിൽ ഒരു മറ്റേ മോൻ എന്ന വെടലവർത്താനം പറഞ്ഞത് കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഇന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന മരുമോൻ ഏതാ? ഇട്ടും പൊട്ടും അറിയാത്ത ഈ കുട്ടികളുടെ ഈ കാലത്ത് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ് ലീഡർ, പഠിക്കാൻ സമർത്ഥ ഒരു SFI കൊടിയും പിടിച്ച് സമരത്തിലിറങ്ങിയ മെലിഞ്ഞു നീണ്ട വിദ്യാർത്ഥിയെ പറ്റിയാണോ? സ്കൂളിലെ രാഷ്ട്രീയ ബോധ്യം, SFI, DYFI, CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന് വേണ്ട, അടിത്തട്ടിൽ രാപ്പകൽ നോക്കാതെ കഷ്ടപ്പെട്ടവനാണ്. ജനത്തിന്റെ വേദന അറിഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. ഏതെങ്കിലും അമ്മായിയപ്പന് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി അസംഖ്യം സമരങ്ങൾ, പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ, ചീറ്റിയ ചോരയിൽ 100 ദിവസങ്ങളെ ജയിൽവാസങ്ങൾ. ജനായത്ത വഴിയിൽ നേതാവായ രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയം പറഞ്ഞ് നിൽക്ക്. അല്ലാതെ മരുമോനെന്നൊക്കെ അരാഷ്ട്രീയം അശ്ലീലം അധിക്ഷേപിക്കാൻ ആ കേന്ദ്രം നൂലിൽ കെട്ടിയിറക്കിയ അടിത്തട്ട് രാഷ്ട്രീയം അറിയാത്തൊരു ശതകോടീശ്വരൻ കോർപ്പറേറ്റ് CEO അധ്യക്ഷൻ രാഷ്ട്രീയമായി തൽക്കാലം വളർന്നിട്ടില്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അടിപൊളി. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങള് ഈവൻ VD സതീശനടക്കം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറ്റ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനോടൊപ്പം നമുക്ക് സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു മഹാനുഭാവന്റെ ഒരു പോസ്റ്റ് കൂടി നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. അത് അതിഗംഭീരമാണ്. K. സുരേന്ദ്രൻ 31 മെയ് മാസം 2016 എഴുതിയ ഒരു സംഗതിയുണ്ട്. ഈ പറയുന്ന ഈ ദേശീയപാത വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ദേശീയപാത വികസനവും
ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണവുമായിരിക്കും. ഇപ്പൊ രണ്ടും പൂർത്തീകരിച്ചു കേട്ടോ. ഇത് രണ്ടും ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും. നേട്ടം തന്നെയാണ്. അപ്പോ അത് അംഗീകരിക്കാൻ നല്ല മടിയുണ്ട് BJP-ക്കാർക്ക് നടത്താം. അത് അത്ര എളുപ്പമാവില്ല എന്നാണ് എന്റെ പക്ഷം. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയത്തിന് പിന്നിൽ കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സിന്റെ സ്വാധീനം ചെറുതല്ല. മുസ്ലിം ലീഗ് UDF-ന്റെ വക്താക്കളായിരുന്നെങ്കിലും SDPI, ജമാഅത്തെ ഇസ്ലാമി, കാന്തപുരം സുന്നികൾ, സോളിഡാരിറ്റി എന്നിവ ഇടതുപക്ഷത്തെയാണ് സഹായിച്ചത്. അതുവഴിയാണ് ഹിന്ദു വോട്ടിന് നഷ്ടം അവർ നികത്തിയത്. എന്ന ചേറ്റ വർത്താനം. ദേശീയപാത വികസനത്തിനെതിരായ സമരത്തിലും പിന്നിലും, ഗെയിൽ സമരത്തിന് പിന്നിലും ഈ മുസ്ലിം പൊളിറ്റിക്സ് ആണ്. ആ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രവും സാമ്പത്തിക സ്രോതസ്സും ഈ ശക്തികളാണ്. അവരെ പിണക്കിക്കൊണ്ട് പിണറായി വിജയന് ഇത് രണ്ടിലും നിലപാടെടുക്കാനാകുമോ? ഇനി അഥവാ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്താൽ ഈ സംഘടന ശക്തികൾ ഇടതുപക്ഷത്തിന്റെ നൽകുന്ന പിന്തുണ എന്താകും? ഒരു പ്രവചനത്തിലും മുതിരുന്നില്ല. ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ എന്താ, സുരേന്ദ്രൻ അടക്കമുള്ള ആളുകള് സമ്മതിക്കല്ലേ? നിങ്ങൾ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ രണ്ട് സംഗതിയും കേരളത്തിൽ നടപ്പിലായി. അപ്പൊ പിണറായി വിജയനെ അംഗീകരിക്കുന്നവരില് BJP-ക്കാരനായിട്ടുള്ള സുരേന്ദ്രൻ ഉണ്ടെന്നർത്ഥം. സുരേന്ദ്രൻ ശരിവയ്ക്കുന്നു. നിശ്ചയദാർഢ്യമുള്ള, അഭിമാനബോധമുള്ള ഒരു നല്ല നേതാവാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നല്ല നേതാവാണ് ആര്? പിണറായി വിജയൻ എന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോ ബൈ.